മറ്റൊരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ UDF സർക്കാർ ഗവർണർ സ്വീകരിച്ച സമീപനത്തിന്റെ കാര്യത്തിൽ എന്തൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്? MG സർവകലാശാല VC-യായി സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവിനെയാണ് നിയമിച്ചത്. അത് സാധാരണഗതിയിൽ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എതിർക്കാൻ തയ്യാറായില്ല. ഇത് മാത്രമല്ല, അവിടുത്തെ സെനറ്റിൽ 19 സംഘപരിവാറുകാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവൺമെന്റാണല്ലോ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത്, അത്തരം നടപടികളെ എതിർക്കേണ്ടത്. എന്നാൽ സർക്കാർ തയ്യാറായിട്ടില്ല. UDF രാഷ്ട്രീയ നേതൃത്വവും അക്കാര്യത്തിൽ എതിർക്കാൻ തയ്യാറായതായി കാണുന്നില്ല. മാത്രമല്ല, ഗവർണറുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിനുമില്ല എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത് RSSന് വേണ്ടിയുള്ള നിലപാടാണ്. RSSന്റെ നിലപാടിന് മുന്നിലുള്ള പൂർണ്ണമായ കീഴടങ്ങലാണ് ഇവിടെ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ പാലിക്കുന്ന മൗനത്തെക്കുറിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.